മോർണിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ മോട്ടറിന്റെ തന്നെ പാർട്ട് 2 സെക്ഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ലാസ്റ്റ് വീഡിയോ നോക്കുക. പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ പോയിന്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് സ്ക്യൂയിങ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് സ്ക്യൂയിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മാഗ്നറ്റിക് ലോക്കിംഗ് അഥവാ കോഗിങ് എഫക്ട് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ മോട്ടറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടോർക്ക് ഇക്വേഷൻസ്. അതിന്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഫുൾ ലോഡ് ടോർക്ക് തമ്മിലുള്ള റേഷ്യോ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ടിംഗ് ടോർക്കും മാക്സിമം ടോർക്കും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സാധാരണഗതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ടോർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ടോർക്ക് ഇക്വേഷനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ പറയുന്നതിന് മുന്നേ ഡി സി മെഷീന്റെ ടോർക്ക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരിക്കും പഠിച്ചിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോർക്ക് ഓഫ് എ ഡി സി മെഷീൻ എന്തായിരിക്കും പറയാ? ഈസ് പ്രൊപ്പോർഷണൽ ടു പൈ ഇൻറ്റു ഐ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇത് ഫോർ ഡി സി മെഷീൻ ആണെങ്കിൽ അല്ലെ, ഫോർ ഡി സി മെഷീൻ. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഫോർ ഇൻഡക്ഷൻ മോട്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ടോർക്ക് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈസ് പ്രൊപ്പോർഷണൽ ടു I2. ദാറ്റ് മീൻസ് റോട്ടർ കറണ്ട് I2. ഞാൻ R എന്ന് വെച്ച് പറയുന്നത് എന്തായിരിക്കും? റോട്ടർ കറണ്ട് ആണ്. ഫൈ തന്നെ ഫ്ലക്സ് ആണ്. എന്നതായിരിക്കും? കോസ് φ2 നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ നോക്കി, ഈ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത്, ദിസ് ഫ്ലക്സ് ഫൈ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? നമ്മളുടെ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്ന റോട്ടർ ഇൻഡ്യൂസ്ഡ് EMF E2 നമുക്ക് പറയാൻ പറ്റും. therefore ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore ടോർക്ക് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇക്വേഷൻ നമ്പർ 1 ആണ്. therefore 1 becomes എങ്ങനെ ആവും? ടോട്ടൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു E2 പറയുമ്പോൾ φ2 പകരം എന്തായിരിക്കും കൊടുക്കുക? നമ്മൾ E2 എന്ന് കൊടുക്കാൻ പറ്റും അല്ലെ. φ2 പ്രൊപ്പോർഷണൽ ടു E2 ആണ്. I2 പകരം എങ്ങനെ ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്? S into E2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ x2 സ്ക്വയർ. ഇതൊക്കെ നമ്മൾ മെഷീൻസിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇൻറ്റു കോസ് φ2 പറയുമ്പോഴത്തേക്ക് എന്താ? R2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് S2 S സ്ക്വയർ x2 സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ഡെറിവേഷൻ നമുക്ക് വേണ്ട. അപ്പൊ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടും? ടോർക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്, K എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. K ഇൻറ്റു S ഇൻറ്റു E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ x2 സ്ക്വയർ. അതാണ് നമ്മളുടെ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി, ഈ ടോർക്ക് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. therefore the torque of an induction motor T is equal to, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? K into S into E2 സ്ക്വയർ R2 divided by R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ x2 സ്ക്വയർ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇക്വേഷൻസ് മതി, ഡെറിവേഷന്റെ ആവശ്യമില്ല. ഓക്കെ. ഈ K എന്ന് പറയുന്നതായിരിക്കും, K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? K is equal to 3 divided by 2 pi ns. K is a constant and the value of K is equal to 3 divided by 2 pi ns. ns പറയുമ്പോഴത്തേക്ക് എന്താ? സിങ്ക്രണസ് സ്പീഡ് അല്ലെ. ns is the synchronous speed in RPM. So ഓർത്ത് വയ്ക്കുക, ടോർക്ക് ഇക്വേഷൻ K into S into E2 സ്ക്വയർ R2 divided by R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ x2 സ്ക്വയർ. ഈ നമ്മൾ ഈ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? അറ്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ് നമ്മൾ കാര്യം നോക്കാം അല്ലെ. സ്റ്റാർട്ടിംഗ് ടോർക്ക്, അറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പം ആ സമയത്ത് എന്തായിരിക്കും വരിക? സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് മീൻസ് നമുക്കറിയാം സ്ലിപ്പിന്റെ ഇക്വേഷൻ എന്താ? S is equal to ns minus nr divided by nr അല്ലെ. സോറി, ns minus ns divided by ns. nr അല്ല, ns ആണ്. divided by ns into 100% ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അടുത്ത സ്റ്റാർട്ടിംഗ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അടുത്ത ടൈം ഓഫ് സ്റ്റാർട്ട് ആവുന്ന സമയം എന്തായിരിക്കും? റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് nr is equal to 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ കൊടുക്കുമ്പോഴേക്കും എന്തായിരിക്കും? സ്ലിപ്പ് S is equal to 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ സെയിം ഇക്വേഷനിൽ തന്നെ സ്ലിപ്പിന്റെ വില നമ്മൾ 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. എങ്ങനെ ആയിരിക്കും വരിക? K into E2 സ്ക്വയർ R2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്തായിരിക്കും? therefore നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്തായിരിക്കും? starting torque is proportional to R2. That means if you are going to increase the resistance, say rotor circuit resistance കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടും. നമ്മൾ മുന്നേ പഠിച്ചു ഇൻഡക്ഷൻ മോട്ടർ രണ്ട് തരത്തിലുണ്ട്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്.
സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ എന്തില്ല, റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. പകരം സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ എന്തുണ്ട്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതൽ എന്നുള്ളൊരു കാര്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതോർത്ത് വെക്കുക, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റോട്ടർ റെസിസ്റ്റൻസ്. R2 എന്ന് പറയുന്നത് എന്തായിരിക്കും, R2 എന്ന് പറഞ്ഞാൽ റോട്ടർ റെസിസ്റ്റൻസ് ആണ്. തരുമ്പോൾ ഇഫ് ദ റോട്ടർ റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടർ ആൾസോ ഇൻക്രീസസ് നമുക്ക് പറയാൻ പറ്റും. സോ ആ പ്രൊവിഷൻ നമുക്ക് സംഭവിക്കുന്നത് എവിടെ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, നമ്മളുടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ മാത്രമേ നമുക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവൈലബിലിറ്റി ഉള്ളൂ എന്നുള്ളൊരു കാര്യവും നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത മാക്സിമം ടോർക്കിന്റെ കണ്ടീഷൻ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഡിപ്ലോമ ബിടെക് ലെവൽ എക്സാംസിന്റെ തിയറി എക്സാംസ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണത്. ഞാനത് ഡെറിവേഷനിലൂടെ നമ്മൾ പോകുന്നില്ല, നമുക്ക് കൺക്ലൂഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വിടുന്നത്. മാക്സിമം ടോർക്ക് അപ്പൊ എന്തായിരിക്കും, ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്ന ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് T is equal to K into S into E2 square R2 divided by R2 square plus X square X2 square വരും അല്ലെ. ഇനി എന്തായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ, മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നമുക്കറിയാം എന്തായിരിക്കും, dt ഡിവൈഡ് ബൈ ds ചെയ്യുക, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതെന്തായിരിക്കും U/V ഫോം അല്ലേ. അപ്പൊ എങ്ങനെ ആയിരിക്കും, therefore ഡിനോമിനേറ്റർ ഇൻറ്റു V ഇൻറ്റു അല്ലെ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ഓഫ് ന്യൂമറേറ്റർ അല്ലെ, ഇതായിരിക്കും K ഇൻറ്റു E2 സ്ക്വയർ R2 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു K ഇൻറ്റു S ഇൻറ്റു E2 സ്ക്വയർ R2 അല്ലെ ഇൻറ്റു എന്തായിരിക്കും R സ്ക്വയറിന്റെ കോൺസ്റ്റന്റ് 0 ആയി പോകും. S സ്ക്വയർ പറയുമ്പോഴത്തേക്ക് 2S ഇൻറ്റു X സ്ക്വയർ നമുക്ക് കിട്ടും അല്ലെ, X സ്ക്വയർ X2 സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S സ്ക്വയർ X2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. therefore that is equal to നമുക്ക് എങ്ങനെ കിട്ടും, that is equal to ഫോർ കണ്ടീഷൻ എന്താ, ഈസ് ഈക്വൽ ടു 0 അല്ലെ, മാക്സിമം ടോർക്കിന്റെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇത് ഡിനോമിനേറ്റർ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ പോകും. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, R2 സ്ക്വയർ പ്ലസ് X സ്ക്വയർ X2 സ്ക്വയർ ഇൻറ്റു K ഇൻറ്റു E2 സ്ക്വയർ R2 ഈസ് ഈക്വൽ ടു K ഇൻറ്റു S ഇൻറ്റു E2 സ്ക്വയർ R2 അല്ലെ ഇൻറ്റു X2 സ്ക്വയർ ഇൻറ്റു 2S നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും വരിക, K ഇൻറ്റു E2 സ്ക്വയർ R2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, K പോവും, E2 സ്ക്വയർ പോവും, R2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, therefore ഇക്വേഷൻ എങ്ങനെ മാറും, R2 സ്ക്വയർ പ്ലസ് X സ്ക്വയർ X2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ആയിരിക്കും 2S ഇൻറ്റു 2S സ്ക്വയർ അല്ലെ, ഇവിടെ S ഉണ്ട് ഇവിടെ S ഉണ്ട്. അപ്പൊ എന്തായിരിക്കും 2S സ്ക്വയർ ഇൻറ്റു X2 സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും. therefore R2 സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും is equal to 2S square X2 square minus S square X2 square. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, therefore R2 square is equal to എന്തായിരിക്കും X square 2 minus 1 X square X2 square എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ R2 is equal to S into X2. ഇതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക്. therefore the slip corresponding to the maximum torque SM ഞാൻ വിളിക്കുകയാണെങ്കിൽ SM is equal to R2 by X2. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതായിരിക്കും സ്ലിപ്പ് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ, ടോർക്ക് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും, R2 is equal to S into X2 square ആയി R2 is equal to S into X2 ആകുന്ന കണ്ടീഷൻ ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, സ്ലിപ്പ് മാക്സിമം ആവുന്നത് നമുക്ക് ടോർക്ക് മാക്സിമം ആവും നമുക്ക് പറയാൻ പറ്റും അല്ലെ. therefore R2 is equal to S into X2 ആണ് കണ്ടീഷൻ. മാക്സിമം സ്ലിപ്പിന്റെ വാല്യൂ എന്താ, R2 by X2 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കി നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എങ്ങനെയാ, നമ്മൾ ഇനി ഒന്നുകൂടെ നമ്മളൊരു സിംപ്ലിഫൈഡ് ഫോമിൽ നമ്മൾ എഴുതാണ്, ടോർക്ക് T is equal to K into അല്ലെ K into S into E2 square R2 divided by R2 square plus S square X2 square അല്ലെ. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്തായിരിക്കും, മാക്സിമം സ്ലിപ്പ് ഞാൻ കൊടുക്കുകയാണ്, എന്തായിരിക്കും മാക്സിമം അല്ലെ. therefore ടോർക്ക് മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ എന്തായിരിക്കും സ്ലിപ്പ് മാക്സിമം വാല്യൂ കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടുന്ന കാര്യം, SM ന് വരെ നമുക്ക് എന്ത് കൊടുത്താൽ മതി, R2 by X2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. therefore K into R2 by X2 അല്ലെ, R2 by X2 into E2 square into R2 അല്ലെ ഡിവൈഡഡ് ബൈ R2 square plus R2 S2 S ന് വരെ എന്താ R2 by X2 the whole square into SM നമുക്ക് into X2 square അല്ലെ, into X2 square നമുക്ക് എഴുതാൻ പറ്റും. therefore എന്തായിരിക്കും, ഇതിനകത്ത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, X2 സ്ക്വയർ മുകളിൽ പോകും, R2 സ്ക്വയർ 2 R2 സ്ക്വയർ എന്ന് വരും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, therefore
that is equal to k into e2 square r2 square അല്ലെ e2 square r2 square by x2 divided by k into e2 square r2 divided by x2 എന്ന് കിട്ടും അല്ലെ divided by x2. Therefore maximum torque equation, therefore maximum torque is equal to divided by r2 square plus r2 by x2 the whole square, r2 square x2 square x2 square x2 square x2 square cancel ചെയ്ത് പോകും 2r2 square എന്ന് കിട്ടും മോളിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് കിട്ടും. therefore r2 square cancel ചെയ്ത് പോകും. therefore maximum torque equation എന്താ k into e2 square divided by 2x2 എന്ന് കിട്ടും. therefore k into e2 square divided by 2x2. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. കാര്യം നമുക്ക് മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ ആയിരിക്കും റോട്ടർ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും x2 ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതായിരിക്കും k into e2 square divided by 2x2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് എന്തായിരിക്കും മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്തായിരിക്കും ഇവിടെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാക്സിമം സ്ലിപ്പിന്റെ കണ്ടീഷനായ എന്തായിരിക്കും എസിന് പകരം r2 by x2 എന്ന് പറയുന്ന ആ റേഷ്യോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതാണ് മാക്സിമം ടോർക്ക് എന്തായിരിക്കും k into e2 square by 2x2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത ഒരു ഒബ്സർവേഷൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ മാക്സിമം ടോർക്ക് ആൻഡ് ഫുൾ ലോഡ് ടോർക്ക്. റിലേഷൻ between maximum torque and full load torque. എന്തായിരിക്കും വരിക? മാക്സിമം ഫുൾ ലോഡ് ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫുൾ ലോഡ് ടോർക്ക് ഈസ് ഈക്വൽ ടു k into s into e2 square r2 divided by r2 square plus s square x2 square. ഞാനത് ഫുൾ ലോഡ് ടോർക്ക് ആയതുകൊണ്ട് ഞാൻ സ്ലിപ്പ് എന്തായിരിക്കും ഫുൾ ലോഡ് സ്ലിപ്പ് എന്ന് വെച്ചിട്ട് ഞാൻ കാണിക്കുകയാണ് അല്ലെ. ഇത് എസ് എഫ് ഫുൾ ലോഡ് സ്ലിപ്പ് ആയതുകൊണ്ട് കേട്ടോ എസ് എഫ്. അടുത്ത എന്തായിരിക്കും വരിക? മാക്സിമം ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയല്ലോ. എന്തായിരിക്കും വരിക? മാക്സിമം ടോർക്ക് ടി എം ഈസ് ഈക്വൽ ടു k into e2 square divided by 2x2. k into e2 square divided by 2x2. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ therefore ഫുൾ ലോഡ് ടോർക്ക് ഡിവൈഡഡ് ബൈ മാക്സിമം ടോർക്ക് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? k into sf e2 square r2 divided by r2 square plus sf square x2 square divided by maximum torque അല്ലെ. മാക്സിമം ടോർക്ക് പറയുമ്പോഴത്തേക്ക് എന്താ? ഇത് divided by k e2 square by 2x2. അതിന്റെ ന്യൂമറേറ്റർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? into 2x2 divided by k into e2 square അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക? kയും kയും ക്യാൻസൽ ചെയ്ത് പോകും, e2 square ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ മാറും? sf into r2 sf r2 2x2 divided by r2 square plus sf square x2 square നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇനി എന്തായിരിക്കും വരിക? നമുക്കറിയാം സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക് കണ്ടുള്ള സ്ലിപ്പിന്റെ കണ്ടീഷൻ എന്താ? sm is equal to r2 by x2 ആണ് നമുക്കറിയാം അല്ലെ. അല്ലെങ്കിൽ r2 is equal to sx2 ആണ് നമ്മളെ മാക്സിമം ടോർക്കിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക് ഞാൻ sm എന്ന് വിളിച്ചു അല്ലെ. ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാൻ അതിനകത്ത് x2 ഞാൻ കോമൺ എടുക്കാൻ പോവുകയാണ്. therefore ഈ ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഞാൻ x2 കോമൺ എടുക്കാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ ആയിരിക്കും വരിക? therefore എന്തായിരിക്കും? ഫുൾ ലോഡ് ടോർക്ക് ഡിവൈഡഡ് ബൈ മാക്സിമം ടോർക്ക് ഇസ് ഈക്വൽ ടു sf into അല്ലെ r2 into 2x2. ന്യൂമറേറ്റർ അതേ കണക്ക് എഴുതി, ഡിനോമിനേറ്റർ നമ്മൾ x2 കോമൺ എടുക്കുകയാണ്. x2 കോമൺ എടുക്കുമ്പോഴത്തേക്ക് എന്താ? x2 അല്ലെ x2 സ്ക്വയർ കോമൺ എടുക്കുക അല്ലെ. x2 സ്ക്വയർ കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? r2 സ്ക്വയർ ബൈ x2 സ്ക്വയർ പ്ലസ് sf സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. sf സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്തായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? that is equal to sf into sf into 2r2 അല്ലെ. 2r2 divided by x2 സ്ക്വയറിന്റെ ഇത് x2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. ബൈ x2 by x2 by xf into 2r2 by x2 അല്ലെ ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതി കൂടെ നമുക്ക് ബൈ
എന്തായിരിക്കും വരിക? R2 സ്ക്വയർ ബൈ x2 സ്ക്വയർ നമുക്ക് എന്തായിരിക്കും? SM അല്ലേ മാക്സിമം ടോർക്ക്, SM സ്ക്വയർ പ്ലസ് SF സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 2 ഇൻറ്റു SF ഇൻറ്റു R2 ബൈ X2 എന്തായിരിക്കും? മാക്സിമം സ്ലിപ്പ് അല്ലേ? SM ഡിവൈഡ് ബൈ SM സ്ക്വയർ പ്ലസ് SF സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ചോദിക്കുന്ന ഇതാണ്. എന്തായിരിക്കും? ദ റേഷ്യോ ബിറ്റ്വീൻ ഫുൾ ലോഡ് ടോർക്ക് ആൻഡ് മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 ഇൻറ്റു SF SM ഡിവൈഡ് ബൈ SM സ്ക്വയർ പ്ലസ് SF സ്ക്വയർ. ഇത് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റേഷ്യോ ആണ്. നമുക്ക് സാധാരണഗതിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഓക്കെ, അടുത്ത റേഷ്യോ ആണ് നമ്മൾ ഫുൾ ലോഡ് ടോർക്ക് ബൈ മാക്സിമം ടോർക്ക് റേഷ്യോ കണ്ടുപിടിച്ചു. അടുത്ത നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് മാക്സിമം ടോർക്ക്. സെയിം രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്യുക സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയതുകൊണ്ട് എന്തായിരിക്കും വരിക? സ്ലിപ്പ് SF ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? SF ഈസ് ഈക്വൽ ടു 1 ആണ്. therefore എങ്ങനെ ആയിരിക്കും വരിക? therefore 2SM സെയിം ഇക്വേഷനകത്ത് തന്നെ SF 1 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 2SM ഡിവൈഡ് ബൈ 1 പ്ലസ് SM സ്ക്വയർ വരും അല്ലേ? SM സ്ക്വയർ. ഇത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ മാക്സിമം ടോർക്ക്. അപ്പൊ ഈ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസിനകത്തും ബാക്കിയുള്ള റേഷ്യോസ് നമുക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പം ഈ ഒരു മൂന്ന് റേഷ്യോ ഉണ്ട്. ഞാൻ ആ 3 റേഷ്യോ ഞാൻ പറഞ്ഞുതരാം. ഈ 3 റേഷ്യോ നമ്മൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും? ഞാൻ ഹെഡിങ് ഇങ്ങനെ കൊടുക്കാം, ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്സ്, ഇമ്പോർട്ടന്റ് ടോർക്ക് റിലേഷൻസ്. ഒന്നാമത്തെ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരിക്കും? റേഷ്യോ ഓഫ് ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് അല്ലെ? റേഷ്യോ ഓഫ് ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് ഇക്വേഷൻ എന്താ? 2SF SM ഡിവൈഡഡ് ബൈ SF സ്ക്വയർ പ്ലസ് SM സ്ക്വയർ. SF എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് സ്ലിപ്പ് ആണ്, SM എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ലിപ്പ് ആണ്. അടുത്ത എന്തായിരിക്കും വരിക? അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു മാക്സിമം ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായിരിക്കും വരിക? സ്റ്റാർട്ടിംഗ് ടോർക്ക് ആകുമ്പോഴത്തേക്ക് ഫുൾ ലോഡ് സ്ലിപ്പിന്റെ വാല്യൂ 1. therefore SF is equal to 1 കൊടുക്കുമ്പോൾ എന്താ? 2SM ഡിവൈഡ് ബൈ 1 പ്ലസ് SM സ്ക്വയർ. ഓക്കെ, അടുത്ത റിലേഷൻ ആണ്, അത് ചെയ്ത് നോക്കിയാൽ മതി. എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക്. റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇക്വേഷൻ നമുക്കറിയാം, K into E2 square R2 divided by R2 square plus X2 square. മറ്റേതായിരിക്കും? ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുമ്പോൾ S കൂടെ വരും, സ്ലിപ്പും കൂടെ വരും അല്ലേ? KS into E2 square R2 divided by R2 square plus X2 square. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? R2 X2 കോമൺ എടുത്ത് നമ്മൾ മുന്നേ ചെയ്ത കണക്ക് തന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ആ റിലേഷൻ നമുക്ക് കിട്ടും. എങ്ങനെ ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫുൾ ലോഡ് സ്ലിപ്പ് SF ഇൻറ്റു SM സ്ക്വയർ പ്ലസ് SF സ്ക്വയർ ഡിവൈഡഡ് ബൈ SM സ്ക്വയർ പ്ലസ് 1. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് മാത്രം തന്നിട്ട് സ്റ്റാർട്ടിംഗ് ടോർക്കും ഫുൾ ലോഡ് ടോർക്കും തമ്മിലുള്ള റിലേഷൻ ചോദിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താ? 1 ബൈ ഫുൾ ലോഡ് സ്ലിപ്പ് ഇൻറ്റു മാക്സിമം സ്ലിപ്പിന്റെ സ്ക്വയർ പ്ലസ് ഫുൾ ലോഡ് സ്ലിപ്പ് സ്ക്വയർ ഡിവൈഡ് ബൈ SM സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഈ 3 റിലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കാര്യം നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എന്തായിരിക്കും? സ്ലിപ്പ് മാത്രം തരും. സ്ലിപ്പ് തരുവാണെങ്കിൽ ഈ റേഷ്യോ കണ്ടുപിടിക്കും. റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ഈസ് 1:2 സംതിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഓർത്ത് വെക്കുക, ഈ 3 റിലേഷൻസും ടോർക്കുമായിട്ട് റിലേറ്റഡ്, ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ 3 ഇക്വേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് ആൻഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക്. ഈ ഇക്വേഷൻസ് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക. A 12-pole induction motor, three-phase 50 Hz induction motor runs at full load with a slip of 4.5%, having a rotor resistance R2 എന്നല്ലേ? Having rotor resistance R2 is equal to 0.16 ohm and standstill reactance അല്ലെ? X2 is equal to 0.08 ohm അല്ലെ? The speed at which the maximum torque occurs ആണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തായിരിക്കും? മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാക്സിമം ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാക്സിമം ടോർക്ക് ഇക്വേഷൻ എന്താ? R2 is equal to S into X2 ആണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും? നമുക്ക് R2 കൊണ്ട് X2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ? മാക്സിമം സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ആയിരിക്കും വരിക? SM is equal to R2 by X2, that is equal to R2 എത്ര? 0.16 divided by 0.08, that is equal to 2% ആയിരിക്കും നമുക്ക് സ്ലിപ്പ് കിട്ടിയിരിക്കുന്നത് അല്ലെ? ഇനി നമുക്ക് എന്തായിരിക്കും? ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? therefore the speed at which the maximum torque occurs അല്ലെ? അപ്പൊ എന്തായിരിക്കും?
സ്പീഡുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന റിലേഷൻ എന്ന മാക്സിമം ടോർക്ക് ആണ്. therefore സ്ലിപ്പ് എസ് ഈസ് ഈക്വൽ ടു ns മൈനസ് nr ഡിവൈഡഡ് ബൈ ns അല്ലെ, ns മൈനസ് nr ഡിവൈഡ് ബൈ ns. ഇവിടെ എന്തായിരിക്കും മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പ് വന്നിട്ടുണ്ട്. അതായിരിക്കും വരിക 0.02 അല്ലെങ്കിൽ 2% ഇസ് ഈക്വൽ ടു ns എത്ര ആയിരിക്കും വരിക. ns എന്ന് പറയുമ്പോഴത്തേക്ക് ns കണ്ടുപിടിക്കാൻ പറ്റും 120 f ബൈ p ആണ്. 120 അറിയാം, f 50 ഹെർട്സ് ആണെന്ന് അറിയാം, പോൾസ് എത്ര 3 പോൾസ് അല്ലെ. അപ്പം 40 എത്ര വരും നമുക്ക്, 40 2000 വരും അല്ലെ. 120 f by 4 സോറി പോൾസ് 12 പോൾസ് ആണ് കറക്റ്റ്. 12 പോൾസ് ആകുമ്പോഴത്തേക്ക് 100 വരും അല്ലെ. therefore ns is equal to 500 വരും. therefore that is equal to എങ്ങനെ ആയിരിക്കും വരിക. ns സ്ലിപ്പിന്റെ വാല്യൂ കിട്ടി 0.02, ns എത്ര കിട്ടി 500 മൈനസ് nr ഡിവൈഡഡ് ബൈ 500 അല്ലെ. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, സ്പീഡ് അറ്റ് വിച്ച് ദ സ്ലിപ്പ് അറ്റ് വിച്ച് മാക്സിമം ടോർക്ക് occurs. അപ്പൊ എന്താ nr കണ്ടുപിടിക്കുക. മാക്സിമം സ്ലിപ്പ് എന്തായിരിക്കും തന്നിരിക്കുന്ന അനുസരിച്ചിട്ട് മാക്സിമം സ്ലിപ്പ് 0.02 ആണ്. അപ്പൊ എന്തായിരിക്കും വരിക, nr is equal to 490 rpm വരും. ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ നോക്കുന്ന കാര്യം, നമുക്ക് ഇവിടെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി സ്ലിപ്പ് 4.5% സ്ലിപ്പ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കരുത്, കാര്യം നമുക്ക് ഫുൾ ലോഡ് സ്ലിപ്പാണ്. ഇവിടെ നമുക്ക് വേണ്ടതായിരിക്കും മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡാണ് നമുക്ക് വേണ്ടുള്ളത്. അപ്പം നമ്മൾ എന്താ മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് വേണമെങ്കിൽ എന്തായിരിക്കും, അവിടെ സ്പീഡിന്റെ ഇക്വേഷൻ ns മൈനസ് nr ബൈ ns, സ്ലിപ്പും സ്പീഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരിക്കും, ns മൈനസ് nr ഡിവൈഡ് ബൈ ns ആണ്. അപ്പൊ നമുക്ക് എന്താ r2 x2 തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും മാക്സിമം ടോർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാക്സിമം ടോർക്കിന്റെ കണ്ടീഷൻ r2 = sx2 എന്നാണ്. അപ്പൊ ആ സമയത്തുള്ള മാക്സിമം സ്ലിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം സ്ലിപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇക്വേഷൻ എന്തായിരിക്കും, ns മൈനസ് nr ഡിവൈഡ് ബൈ ns ആണ്. ns 120 f by p തന്നിരിക്കുന്ന റേറ്റ് കിട്ടും. nr ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സ്ലിപ്പ് നമുക്ക് സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. therefore nr is equal to 490 rpm എന്ന് നമുക്ക് കിട്ടും. ഇതൊരു മോഡൽ 1 ആണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അടുത്ത മോഡലിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. A 6.6 10 pole 50 hertz 3-phase star connected induction motor has a rotor resistance of R2 തന്നിട്ടുണ്ട് അല്ലേ. R2 is equal to 0.015 ohm and rotor reactance X2 is equal to 0.35 ohm. The rotor speed തന്നിട്ടുണ്ട് nr തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലേ, therefore nr is equal to rotor speed 560 rpm while delivering its rated full load torque. Determine the slip at maximum torque. Determine the slip at maximum torque. Maximum അപ്പം എന്തായിരിക്കും, മാക്സിമം ടോർക്കിലുള്ള സ്ലിപ്പ് കണ്ടുപിടിക്കണം. മാക്സിമം ടോർക്കിന്റെ കണ്ടീഷൻ എന്താ, r2 is equal to ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും, r2 is equal to sm into x2 അല്ലെ. അപ്പൊ എന്തായിരിക്കും, sm is equal to r2 by x2. r2 നമുക്ക് എത്ര 0.015 ഡിവൈഡ് ബൈ x2 എത്ര 0.35. ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ വരും 0.042 എന്ന് വരും നമുക്ക് സ്ലിപ്പ് വരും. ഓക്കെ, സെക്കൻഡ് നോക്കിയേ. സെക്കൻഡ് പാർട്ട് ദ റേഷ്യോ ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക്. അപ്പം ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് ഇക്വേഷൻ എന്താ, നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു. ഇതായിരിക്കും ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്ക് 2sf into sm ഡിവൈഡ് ബൈ sf സ്ക്വയർ പ്ലസ് sm സ്ക്വയർ അല്ലെ. therefore that is equal to 2 into ഇനി എന്താ ഫുൾ sm നമുക്കറിയാം, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ sf കണ്ടുപിടിക്കണം അല്ലെ. ഫുൾ ലോഡ് സ്ലിപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ns മൈനസ് nr ഡിവൈഡ് ബൈ nr ആണ്, സോറി ns ആണ് അല്ലെ. therefore ns എത്ര വരുന്നത് തന്നിരിക്കുന്നത്, ns is equal to എന്താ 120 f by p ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 into ഫ്രീക്വൻസി 50 ഡിവൈഡ് ബൈ പോൾസ് 10. അപ്പൊ എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 600 വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 600. അപ്പൊ ns കിട്ടി. ഇനി എന്താ ഫുൾ ലോഡ് സ്ലിപ്പ് എങ്ങനെയാണ് പിടിക്കുന്നത്, sf is equal to ns 600 മൈനസ് nr എത്ര 560 ഡിവൈഡ് ബൈ ns 600. ദാറ്റ് ഈസ് ഈക്വൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.06 എന്ന് കിട്ടും. therefore sf ന്റെ വാല്യൂ എത്ര കിട്ടി, ഫുൾ ലോഡ് സ്ലിപ്പ് 0.06, മാക്സിമം സ്ലിപ്പ് 0.042 ഡിവൈഡ് ബൈ sf സ്ക്വയർ എത്ര 0.06 സ്ക്വയർ പ്ലസ് 0.042 സ്ക്വയർ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.94. സോ ഈ ഒരു റേഷ്യോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഫുൾ ലോഡ് ടോർക്ക് മാക്സിമം ടോർക്ക് 2sf sm ഡിവൈഡ് ബൈ sf സ്ക്വയർ പ്ലസ് sm സ്ക്വയർ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് വേറൊരു മോഡൽ പ്രോബ്ലം ആണ് ഇൻഡക്ഷൻ മോട്ടോറായിട്ട് ബന്ധപ്പെട്ട്, മോഡൽ 2. അടുത്താണ് മോഡൽ 3.
The torque developed by a three-phase 400-volt induction motor is 100 Newton meter. If the voltage is reduced to 200 volt, the developed torque is. Torque indication torque is equal to K into S into E2 square R2 divided by R2 square plus X2 square, plus X2 square S square. That means നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്തായിരിക്കും, ഇവിടെ വോൾട്ടേജ് ആണ് മാറ്റുന്നത് അല്ലേ. Therefore torque voltage relation എന്താ, torque is proportional to E2 square ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Therefore അപ്പൊ നമുക്ക് ആ റേഷ്യോ എടുത്താൽ പോലെ. Therefore നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. Therefore T1 by അല്ലെ, T1 by T2 is equal to E1 by E1 square by E2 square. That is here എന്തായിരിക്കും വരിക, that is equal to T1 എന്ന് പറയുമ്പോഴത്തേക്ക് 100 ആണ് അല്ലെ. The torque developed by the 400 volt induction motor is 100 Newton meter. Therefore 100 divided by T2 is equal to E1 എത്ര 400 അല്ലെ, 400, and the voltage is reduced to 200 volt. അപ്പോൾ E2 എത്ര 200 the whole square. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് T2 കിട്ടും. T2 is equal to 25 Newton meter എന്നാണ്. ആ ഡയറക്റ്റ് അതായിരിക്കും ടോർക്കും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു E2 സ്ക്വയർ ആണ്. സോ അങ്ങനെയും പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു മോഡൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ a three-phase 6-pole induction motor is run at a rated voltage and a rated frequency, 50 hertz. The developed torque is T. If the motor is applied with the same voltage with a 60 hertz frequency, the torque will be ആണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും 50 hertz ആയ സമയത്ത് ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ T ആണെങ്കിൽ അല്ലെങ്കിൽ T1 ആണെങ്കിൽ 60 hertz ആയ സമയത്ത് എത്ര ആണെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, ടോർക്ക് ഈസ് ഈക്വൽ ടു K into S into E2 square R2 divided by R2 square plus X2 square നമുക്കറിയാം അല്ലെ. Therefore അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, അല്ലെങ്കിൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിനോമിനേറ്ററിലാണ് നമ്മളുടെ X2 കിടക്കുന്നത്. X2 എന്ന് പറയുമ്പോഴത്തേക്ക് 2πf2 ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും, ദാറ്റ് മീൻസ് 1/f square എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ബിക്കോസ് X2 എന്ന് പറയുമ്പോഴത്തേക്ക് X2 is equal to 2πf2 ആണ്. അപ്പം ഫ്രീക്വൻസി ആയിട്ട് അങ്ങനെ ഫ്രീക്വൻസി ടോർക്കായിട്ട് അങ്ങനെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും വരുന്നത്. Therefore 1/f square നമുക്ക് പറയാൻ പറ്റും. Therefore T1 by T2 is equal to f2 square divided by f1 square അല്ലെ. T1 therefore T1 is equal to T1 by T2 is equal to f2 എത്ര, f2 എന്ന് പറയുമ്പോൾ 60 അല്ലെ, 60 സോറി ഫ്രീക്വൻസി 60 divided by f1 എത്ര ആയിരിക്കും വരിക 50 the whole square. That is equal to ഇങ്ങനെ ആയിരിക്കും വരിക. Therefore that is equal to T1 by T2 is equal to 6/5 the whole square. അല്ലെങ്കിൽ നമുക്ക് T2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. Therefore T2 is equal to 5/6 the whole square into T1. കാര്യം ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ ഞാൻ ആ ഒരു രൂപത്തിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. T2 is equal to 5. അപ്പൊ ഓർത്ത് വയ്ക്കുക, ദാറ്റ് മീൻസ് ഇത്രേ ഉള്ളൂ, ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി, അത്ര തന്നെ. അല്ലാതെ വേറെ എന്താ പറയാ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ കാര്യം എന്തായിരിക്കും, X2 എന്ന് പറയുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ആണ് നടക്കുന്നത്, ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു അസംഷൻ ഉണ്ട്, നോക്കി അത് ശ്രദ്ധിക്കണം. കാര്യം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ R2 is equal to തന്നിരിക്കുന്നത്, if R2 is equal to 0.02 ohm and X2 is equal to 0.1 ohm, what is the value of the additional resistance to obtain maximum starting torque? What is the value of additional resistance to obtain the maximum starting torque എന്നാണ് ചോദ്യം. ഈ ഒരു മോഡലിൽ പ്രോബ്ലംസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തായിരിക്കും, ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മാക്സിമം ടോർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അസംഷൻ ആണ്. ഈ പ്രോബ്ലംസ് കാര്യം ലിമിറ്റഡ് ഡേറ്റയാണ്, അപ്പോൾ ഈ പ്രോബ്ലംസ് നമുക്ക് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം ടോർക്ക് എന്നുള്ള അസംഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, therefore റേഷ്യോ നോക്കിയേ, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ മാക്സിമം ടോർക്ക് എന്തായിരിക്കും വരിക, 2SM divided by SM square plus 1 അല്ലെ. Therefore
സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം ടോർക്ക് എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അസംഷൻ എടുക്കുമ്പോഴത്തേക്ക് എന്താ രണ്ട് ക്യാൻസൽ ചെയ്ത് മുമ്പ് 1 ഈസ് ഈക്വൽ ടു 2SM ഡിവൈഡഡ് ബൈ SM സ്ക്വയർ പ്ലസ് 1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore SM സ്ക്വയർ അല്ലെ, SM സ്ക്വയർ മൈനസ് 2SM പ്ലസ് 1 നമുക്ക് എഴുതാൻ പറ്റും 1 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? therefore A minus B the whole square അല്ലേ, that is equal to SM minus 1 the whole square is equal to 0 അല്ലെ, is equal to 0. therefore SM is equal to നമുക്ക് എന്താ പറ്റും? SM is equal to 1 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് SM is equal to 1. മാക്സിമം വാല്യൂ ഓഫ് ദ സ്ലിപ്പ് കിട്ടി. എന്താ വേണ്ടത്? വാട്ട് ഈസ് അഡീഷണൽ റെസിസ്റ്റൻസ് ടു ഒബ്റ്റെയിൻ ദ മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പൊ എന്തായിരിക്കും? മാക്സിമം ടോർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു SM ഈസ് ഈക്വൽ ടു എന്താ? R2 ബൈ X2 അല്ലെ, പ്ലസ് ഇതായിരിക്കും നമ്മൾ അഡീഷണൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. therefore SM എത്ര? 1 കിട്ടിയിട്ടുണ്ട് അല്ലെ. 1 ഈസ് ഈക്വൽ ടു R2 പ്ലസ് REX ഡിവൈഡ് ബൈ X2. R2 വന്നിട്ടുണ്ട്, X2 വന്നിട്ടുണ്ട്. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? R എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.08 ഓം എന്ന് കിട്ടും. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഈ ഒരു രൂപത്തിൽ പഠിച്ചു വെക്കുക. കാര്യം ലിമിറ്റഡ് ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. കാര്യം R2 X2 മാത്രമുണ്ട്. എങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും? മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പോൾ ഓർത്ത് വെക്കുക, എത്രമാത്രം റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ എന്തായിരിക്കും വരിക? രണ്ടും നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞ അസംഷൻ എടുക്കുകയാണ്. അതെടുത്തതിന് ശേഷം എന്തായിരിക്കും? നമുക്ക് ആ റേഷ്യോ അറിയാം, 2SM ഡിവൈഡ് ബൈ SM സ്ക്വയർ പ്ലസ് 1. അതിൽ നിന്ന് എന്തായിരിക്കും? മാക്സിമം സ്ലിപ്പ് കണ്ടുപിടിക്കുക. കാര്യം സ്റ്റാർട്ട് എന്തായിരിക്കും? SM ഈസ് ഈക്വൽ ടു 1. കാര്യം ഇത് രണ്ട് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ മാക്സിമം സ്ലിപ്പ് കണ്ടുപിടിച്ചിട്ട് എന്തായിരിക്കും? മാക്സിമം സ്ലിപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്റ്റേണൽ അഡീഷണൽ റെസിസ്റ്റൻസ് ആയ പ്ലസ് REX എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ REX കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാര്യം ഇതൊരു മോഡൽ ചോദ്യമാണ്. കാര്യം ലിമിറ്റഡ് ഡേറ്റ ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ അസംഷൻ ഈ ഒരു അസംഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഓക്കെ. When the supply voltage to an induction motor is reduced to 10%, the maximum torque will reduced by. Maximum torque indication that supply torque is proportional to V square ആണ് അല്ലെ, V square ആണ്. അപ്പം ഇനിഷ്യൽ കേസിൽ 1V1 is equal to V ആയിരുന്നു. V2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? വോൾട്ടേജ് റെഡ്യൂസ് 10%, that is equal to 0.9 V കിട്ടും. അപ്പൊ എന്തായിരിക്കും വരിക? therefore TM1 divided by TM2 is equal to ഇതായിരിക്കും V1 square divided by 0.9 V1 അല്ല, V square divided by 0.9 V square. V square divided by 0.9 V square. നമുക്ക് എത്ര കിട്ടും? that is equal to TM1 divided by TM2 is equal to V divided by 0.9 V the whole square. V cancel ചെയ്ത് പോകും. therefore TM1 is equal to TM1 by TM2 is equal to ഇതായിരിക്കും 1 by 0.81. therefore TM2 is equal to 0.81 times TM1. അപ്പൊ ആയിരിക്കും ടോർക്ക് എന്ന് പറയുമ്പോൾ 0.81 times TM1. അപ്പൊ റിഡക്ഷൻ എന്തായിരിക്കും വരിക? നമുക്ക് ചോദിച്ചത് റിഡക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 1 minus 0.81, ദാറ്റ് ഈസ് ഈക്വൽ എത്ര ആയിരിക്കും? 19% റിഡക്ഷൻ. നമുക്ക് റിഡക്ഷൻ മാക്സിമം ടോർക്കാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഈ ഒരു മോഡലിലുള്ള ചോദിക്കാം. അപ്പൊ നമ്മൾ മുന്നേ ചെയ്തൊരു പ്രോബ്ലം ഏതായിരിക്കും? നമ്മുടെ ഏതാണ്? മറ്റേ അസംഷൻ ചെയ്യുന്നല്ലോ, അത് ഓർത്ത് വയ്ക്കുക. അത് ഒരു രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഇപ്പം നമുക്ക് വോൾട്ടേജ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 10%, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഫോർ എക്സാമ്പിൾ അടുത്തൊരു പ്രോബ്ലം നോക്കി. അതേ കണക്ക് തന്നെ അടുത്തൊരു മോഡൽ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇഫ് ദ വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ബൈ, ഞാൻ ചോദിക്കാം, ഇഫ് ദ വോൾട്ടേജ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ലിപ്പ്, വാട്ട് ഈസ് ദ ടോർക്ക് വാല്യൂ? ആണ് ടോർക്ക് വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെ ആയിരിക്കും വരിക. നമുക്കറിയാം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു E2 സ്ക്വയർ ആണ്. വോൾട്ടേജ് ഇൻക്രീസ് ബൈ 10% പറയുമ്പോഴത്തേക്ക് 1.1 V the whole square, that is equal to 1.21 വരും. 1.21 സ്ക്വയർ. അപ്പൊ എന്തായിരിക്കും? therefore ടോർക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്ര ആയിരിക്കും? 21% നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ. അടുത്ത നോക്കി, വോൾട്ടേജ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 50%, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? ടോർക്ക് പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ ആണ് അല്ലെ, V സ്ക്വയർ ആണ്. അപ്പോൾ വോൾട്ടേജ് റെഡ്യൂസ് ടു 50% ആകുമ്പോഴത്തേക്ക് എന്താ? that is equal to 0.5 into 0.5 V square, that is equal to 0.25 V square. അപ്പോൾ ടോർക്ക് എത്ര ആയിരിക്കും? ടോർക്ക് ഈസ് ഈക്വൽ ടു 0.25 V square.
അപ്പൊ ഇതായിരിക്കും വരിക പെർസെന്റേജ് റിഡക്ഷൻ എത്ര ആയിരിക്കും വരിക? റിഡക്ഷൻ ഈസ് 75% അല്ലെ? ടോർക്ക് ഇത്രയാണ്, റിഡക്ഷൻ എത്ര ആയിരിക്കും വരിക? ഇനിഷ്യലി ടോർക്ക് v² ആയിരുന്നു, അത് കാൽഭാഗമായി, അപ്പം 75% റിഡക്ഷൻ ടോർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇൻഡക്ഷൻ മോട്ടറിനകത്തും ചോദിച്ചു കണ്ടിട്ടുണ്ട് ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇത് ഓർത്ത് വെക്കുക, ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഓർത്ത് വെക്കുക, വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.